ടെസ്റ്റി ട്രാവലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് കാർഗിലാണ്. അപ്പോൾ കാർഗിൽ ഇന്നലെ ലേറ്റായി എത്തിയപ്പം നമ്മൾ ഈ ഹോട്ടലിലാണ് താമസിച്ചത്. സ്റ്റേഷൻ തർക്കമില്ലാത്ത റൂം തന്നെയാണ്, അതുപോലെ നല്ല ബാത്റൂമാണ് കേട്ടോ. പുതിയ ഒരു ക്വാർട്ടേഴ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്തെ കാഴ്ചകൾ. അതെ, ബീച്ചേട്ടൻ അതവിടെ താഴെയുണ്ട്. ഞാൻ ലഗേജെല്ലാം കെട്ടിയിട്ട് ഇപ്പം മുകളിലോട്ട് ജസ്റ്റ് കയറിയതാണ്. അതുപോലെ ഇതല്ലെങ്കിൽ ദൂരെ കാർഗിൽ പുഴ ഒഴുകി പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ശ്രീനഗറിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പോട്ടെ. ഇതാട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ. ഇതാണ് ഹോട്ടൽ എന്നല്ല, ലോഡ്ജ് ഇതാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പം ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇതാ ഇച്ചിരി വണ്ടി എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഇവിടെ ഒഴുകി വരുന്ന വെള്ളമാണിത്. നല്ല അടിപൊളി രസമാണ് കാണാൻ. നല്ല കളറ്. വിജയേട്ടൻ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അല്ലേ, അതാ മനോഹരമായിട്ടുള്ള വെള്ളം. പച്ച വെള്ളം തന്നെ പറ്റില്ല, പച്ച കളറ് വെള്ളമാണിത്. പേര് പറഞ്ഞോ? ഇക്താദ്, ഇഷാമിൽ, ഞാൻ ഹെൽമെറ്റ് ഇടുന്നില്ല. ഇവരൊക്കെ മലപ്പുറത്ത് വരുന്ന റൈഡേഴ്സ് ആട്ടോ. എത്ര ദിവസമായി കിട്ടിയിട്ട് മലപ്പുറത്ത്? ഓഗസ്റ്റ് 2 പോകുന്നതാണ്. റൈഡായിട്ട് അങ്ങനെയാണല്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇതേപോലെ വോളണ്ടിയർ ട്രിപ്പ് വന്നു. ഓക്കെ. അപ്പോൾ കണ്ടതിലും പറ്റിയതിലും സന്തോഷം. നമ്മളിപ്പോൾ കണ്ടില്ലേ, വാർ മെമ്മോറിയലാണുള്ളത്. കാർഗിൽ വാർ മെമ്മോറിയലാണുള്ളത്. കണ്ടാ, കാർഗിൽ യുദ്ധം നടന്ന സ്ഥലങ്ങളിലൊന്നാണിത്. മേജർ വിവേക് ഗുപ്ത, മഹാവീര ചക്ര. ലെഫ്റ്റനന്റ് മനോജ് പാണ്ഡെ, परमवीर चक्र. മേജർ രാജേഷ് സിംഗ് അധികാരി. ഇതല്ലേ ഒരു മിസൈലിൻ്റെ വിടുന്ന ഒരു സംഭവമാണിത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ, ഡീറ്റെയിൽസുകൾ മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാർഗിൽ വീരമൃത്യു മരിച്ചവരുടെ സ്മാരകങ്ങൾ. അങ്ങോട്ടുള്ളിലേക്ക് പ്രവേശനമില്ല. അല്ലേ, ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇതുവരെ നമ്മൾ റെഡ് റിബൺ കെട്ടിയിട്ടുണ്ട്. ഇതുവരെ അവർക്ക് പ്രവേശനമുള്ളൂ. അതല്ലേ, അതുപോലെ ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. പക്ഷെ എല്ലായിടത്തേക്കും പ്രവേശനം ഇപ്പം ആയതുകൊണ്ടാന്ന് തോന്നുന്നു റിബൺ കെട്ടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതല്ലേ, അങ്ങനെ ഞങ്ങൾ കാർഗിൽ വാർ മെമ്മോറിയലും എല്ലാം കണ്ടു. ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മോശമായിട്ടുള്ള കുറേ റോഡുകളൊക്കെ കടന്നു വേണം നമുക്ക് പോകാൻ.
തള്ളി മടുത്ത്. കാരണം ഈ തള്ളാൻ തന്നെ വേണം രണ്ടാളുടെ ആരോഗ്യം. ശ്വാസം വരെ കിട്ടുന്നില്ല, അമ്മായി തള്ളി. ഇതല്ലേ ഈ റോഡ് മൊത്തം തള്ളലായിരുന്നു. പോണ മുമ്പിൽ Just like the street lights lit this town, like a fire in a blaze, gotta burn it down. Can't be afraid to leave this out. We got this far, don't know how. I see danger in your eyes. They know we'll burn down tonight. Come in just like the sunrise. You know that we gonna let it rain tonight. We gonna let it rain tonight. We gonna let it just like the sunrise. We gonna let it rain. Just like a spark that's breaking out. Can't make a stop, can't turn back now. We know that there's no room for doubt. We can't turn back now. I see danger in your eyes. They know we'll bro. ये गाड़ी ऐसा होता है. like the sunrise. You know that we gonna let it rain tonight. We gonna let it rain tonight. We gonna let it rain just like the sunrise. We gonna let it rain. തള്ളാൻ വയ്യാത്തോണ്ട് ഓടിച്ചതാ. നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് തള്ളിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചത്. ഇല്ല തള്ളുകൊണ്ടില്ല, എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കെൻ്റെ വിശ്വാസമുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. നമ്മൾ സോസില പാസ് കവർ ചെയ്ത് അങ്ങ് എത്തുമ്പോക്കിന് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെയും മനുഷ്യൻ്റെ നമ്മുടെ നടുവിൻ്റെ ഒക്കെ പരിപ്പിളകി പോകും. അത്രയ്ക്കും മോശമായിട്ടുള്ള റോഡെന്ന് പറയാം. ഇതാണ് റോഡ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 റോഡാണിത്. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 റോഡ് സോസില പാസ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. എന്ത് മനോഹരമായ റോഡാണ്, നല്ല അടിപൊളി കുഴികളും കുണ്ടുകളും അതുപോലെ ലോറിയുടെ കാറ്റിൽ പാറിപ്പറക്കുന്ന പൊടികളും എത്ര മനോഹരമായിട്ടുള്ള റോഡുകളാണ്. ആസ്വദിച്ച് നമുക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. Was it the voice? Was it the fire burning in me? All of the noise turned into choirs of harmony. Left me with the pieces of forever that you broke. But since you left me alone. മലയാളിയാ? എവിടാ? കോട്ടയത്താ? കോട്ടയം ഉണ്ട്, മലപ്പുറം ഉണ്ട്, കോഴിക്കോടുണ്ട്, എല്ലാവരും ഉണ്ടോ? എല്ലാവരും വിളിക്ക്.
എൻ്റെ പേരെന്താ? കുടിച്ചോ ബ്രേക്ക് കുടിച്ചോ എന്താ പേര്? ചളിയൊന്നും അല്ലേ? ട്രക്കിൽ അടിക്കാം അല്ലേ? എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട്? 1 മാസമായി. അങ്ങനെ പൊളിയല്ലേ? അതിനെന്താ നമ്മൾ ലോറിയിൽ വെള്ളം തോതില്ല പാസ് ഇറങ്ങുന്ന സമയത്ത് 3 മലയാളികളെ കണ്ടിട്ടുണ്ട്. ഇതല്ലേ മലപ്പുറം കോഴിക്കോട് അല്ലേ? കോഴിക്കോട് കോട്ടയം മലപ്പുറത്തൊക്കെ. അപ്പോൾ പൊളിക്കന്നെ. ഇനിയിപ്പോൾ ഇവിടെ ലേലേക്കാ? ഓക്കെ. അടിയതാ ഇതൊക്കെ സൂരജ് രാഹുൽ ഗ്രൂപ്പിൽ ഫോട്ടോ അടിയതാ അല്ലേ? ഓക്കെ എന്തൊക്കെയുണ്ട് ശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ കയറിയുള്ളൂ? എവിടുന്ന് കയറിയായി? സാധനം അറിയുന്നോ? ജമ്മുന്ന് കയറിയതാ? ഓക്കെ. ഭയങ്കര മോശം കേട്ടോ റോഡ്. കുറച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ അമ്മാതിരി മോശം റോഡാ. ചെക്കിങ് കുറേ പോകണം. കാർഗിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എത്താനാണല്ലേ. എത്താനാകുമ്പോൾ ഒരു 10-35 കിലോമീറ്റർ ഇപ്പുറത്താണ്. അവിടെയുള്ളൂ. പിന്നെ റൂം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ പെട്ടഴിക്കട്ടെ. അവിടെ വെച്ചാൽ മതി. അത് ആരും കവറുണ്ട്. ചളിയാണ് മൊത്തം ചളി പിടിക്കും. മടുത്ത് ക്ഷീണിച്ച്. ഇതാണ് റൂം. നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ കുളിക്കൊക്കെ ചെയ്യട്ടാ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.